സോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഗൈസ്, നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു പുതിയൊരു നല്ലൊരു വീടും കാര്യമൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല വീടും കാര്യമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്കിന്ന് വീടും കാര്യം ഫുൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കലാന്ന് പരിപാടി. വീട് കാണാൻ വേണ്ടി പോകണം. അപ്പം അതായിട്ട് നമ്മളിങ്ങനെ വണ്ടിയും കാര്യങ്ങളും പാർക്ക് ചെയ്ത് ഇവിടെ വെക്കുകയാണ്. അപ്പം നമുക്ക് ടൈം വേണ്ട, നേരെ വണ്ടി കയറിയിട്ട് നമുക്ക് നമ്മളെ വീടും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വരാം. ഇപ്പോൾ ടൈം വേണ്ട, നമുക്ക് വേഗം തന്നെ പോയിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ അപ്പം സ്ഥലവും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളെ പുതിയൊരു വീട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വണ്ടിയുടെ പുറത്ത് ഇവിടെ തന്നെ വെക്കാം ഗൈസ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം. കാരണം വണ്ടി കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോരാ, നമ്മൾ ചാവി എടുത്തിട്ട് പോവുള്ളൂ. അതുകൊണ്ട് സീനൊന്നുമില്ല. പിന്നെ സ്ട്രെയിറ്റ് വെക്കുക, അതാകുമ്പം പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ കുറച്ച് ലുക്കും കാണാൻ അട്രാക്ഷൻ ഉണ്ടാവും ഈ വീട്ടിന്. അപ്പോൾ നല്ല ലുക്കും കാര്യം ഉണ്ടാവും. കാരണം പുറത്തുള്ളത് VIP ഉള്ള നമ്മളെ സ്വന്തം റോൾസ് റോയ്സ് അല്ലേ. അതുകൊണ്ട് സീനൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ താക്കോലും കാര്യങ്ങൾ എടുത്തിട്ട് നമ്മളിങ്ങനെ പുതിയ വീട്ടിലേക്ക് പോവുകയെന്ന്. നമ്മൾ ഇന്നലെയാണ് വീടും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ പൈസയും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാണ് ഗൈസ് നമ്മളെ വീട്ടിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ മാക്സിമം കൂടുതൽ നമ്മൾ ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ 20 നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക്. നിങ്ങൾ മാക്സിമം അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം. നമ്മൾ പുറത്തൊരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ ഇവിടെ ഇതെന്തോ ബ്ലാങ്ക് സ്പേസാണ്. ഇത് ബ്ലാങ്ക് സ്പേസാണ്. ഇവിടെ സാധനം കുറച്ച് വാങ്ങി വെക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ബ്ലാങ്ക് കിടക്കുന്നത്. അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് പുറത്ത് നമുക്ക് കാണുന്നുണ്ട്. അപ്പം അതൊരു തന്നെയാണ് ഇവിടുന്ന് കാണുന്നുണ്ട്. അത് നല്ല സിസ്റ്റമാറ്റിക് ആണെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് അകത്തും കാര്യങ്ങളൊക്കെ പോയി നോക്കാം. അതിപ്പം നമ്മളിപ്പം സൈഡിൽ ഒരു TVയും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. TV ഉണ്ട്. പിന്നെ ബുക്കും എന്തെങ്കിലും വെക്കണമെങ്കിലോ റിമോട്ട് എന്തെങ്കിലും വെക്കണമെങ്കിൽ അവിടെ പിന്നെ ഒരു ചിത്രമുണ്ട്. ചിത്രത്തിൻ്റെ ഫ്ലക്സ് അടിച്ച് കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം റൈറ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഇവൻ്റെ കുപ്പായും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തുറക്കുന്നില്ല. പിന്നെ നമ്മളെ ബെഡ് നല്ല അത്യാവശ്യം നല്ല പൈസയുള്ള ബെഡ് തന്നെയാണ് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ നല്ല ബെഡും കാര്യങ്ങളൊക്കെയാണ്. നല്ല പിരിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നല്ല ഉണ്ടായിന്. ഇപ്പം നമ്മളെ വീഡിയോ എല്ലാവരും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പിരിച്ച് വെച്ചത്. അപ്പോൾ നമ്മൾ AC കാണാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ AC കാണാനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും. വീട് നമ്മളിപ്പം പുറത്ത് നോക്കി കാണാൻ പറ്റുന്നുണ്ട്. അത് നല്ല തന്നെ. പിന്നെ നമ്മളൊരു PC ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിപ്പം ചെറിയ വർക്കെല്ലാം വരുമ്പം നോക്കാനും പിന്നെ ചിലത് ഇങ്ങനെ പണിയെടുക്കാനാണ് നമ്മളിപ്പം ഈ സെറ്റാക്കിയിട്ടുള്ളത്. PC കാണാനൊക്കെ. പിന്നെ നമുക്ക് ഇനിയിപ്പം ഇവിടെ നോക്കിയാലും കാണുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പം ഇവിടെ ഇവിടെ നമ്മളിപ്പം ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. കാരണം ഇവിടെയും കുറച്ച് സാധനങ്ങൾ ഇടാനുണ്ട്. ഇവിടെ ആൾക്കാരെല്ലാം വന്നിരിക്കുന്ന ലെവലിലും അങ്ങനെ ആക്കാനുണ്ട്. കുറച്ച് പണിയുണ്ട്. നമ്മൾ മുകളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പം മുകളിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ഒരു സോഫ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. സോഫ അത്യാവശ്യം നല്ല പൈസയും കാണൊക്കെ ആയി സോഫക്ക്. പിന്നെ പൈസ ആയിട്ടിപ്പം പറയുന്നില്ല. പിന്നെ ഇവിടുന്ന് അത് തന്നെയാണ്. ഉള്ളിൽ നോക്കിയാൽ പുറത്ത് കാണുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ സൈഡിൽ ഒരു വാൾ പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫോട്ടോ അതേപോലത്തെ. പിന്നെ നമ്മളൊരു പുറത്ത് ഇങ്ങനെ സെറ്റാക്കിയിട്ടുള്ളത് രാവിലെ തന്നെ എണീച്ച് കഴിഞ്ഞാൽ വന്ന് നോക്കാനും പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു സംഭവം. നമ്മൾ പുറത്ത് പോയതിനെ ഇപ്പം അത് കുഴപ്പമില്ല. നമുക്കിപ്പം അതിന് കാര്യമുണ്ട്. നമുക്ക് അപ്പുറത്തെ റൂമും കൂടി ഉണ്ട്. ആ റൂം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് അപ്പുറത്തെ റൂം കൂടി പോയിട്ട് നോക്കാം എന്തുണ്ട് എന്ന്. ഇപ്പോൾ നമ്മൾ ഇവിടെ സെറ്റായിട്ടുള്ള ഒരു ബാത്ത് ടബ്ബാണ്. പിന്നെ നമ്മൾ യൂറോപ്യൻ ടോയ്ലറ്റും കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കസേരയും വെച്ചിട്ടുണ്ട്. കുഞ്ഞ് സ്റ്റൂളോ എന്തോ ആണത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാത്ത് ടബിൽ വെള്ളം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടുത്തെ കിണറിലുള്ള വെള്ളമാണ്. അത്യാവശ്യം ക്ലിയറും കൂടെ വെള്ളം തന്നെയാണ്. അപ്പം ഇവിടെ താഴെ മാറ്റും അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ്. നമുക്കിനിപ്പം താഴെ തന്നെ പോവാം. താഴെ പോയിട്ട് നമ്മളിപ്പം ഓവറോൾ ലുക്ക് നോക്കാനുണ്ട്. താഴത്തെ ഒരു പുറത്ത് നമ്മൾ പോയിട്ടുണ്ടല്ലോ. അപ്പം കണ്ട് നോക്കിയിട്ട് നമുക്ക് വരാം. നമുക്ക് പുറത്തെങ്ങാണ്ട് പോവാം. ഇവിടെ തന്നെ പോവാം.
നമുക്ക് ഈ സൈഡിലൂടെ തന്നെ പോവാം. നമ്മളെ മുന്നിലൂടെയല്ലേ വന്നത്, അപ്പം ഈ സൈഡിലൂടെ നമുക്ക് പോവാം. ഇവിടുന്ന് നോക്കുമ്പോൾ ഇങ്ങനെയുള്ളത്. ഇവിടുന്ന് കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തികളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മെല്ലെ പോയി നോക്കാം. ഇത് മറ്റേ നമ്മളെ ഈ കാറും കാണൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർ പാർക്ക് ചെയ്യാനുള്ള സെറ്റാക്കിയതാണ്. അപ്പം കാറിങ്ങനെ പാർക്ക് ചെയ്യാം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പം ഓവറോൾ ഇങ്ങനെയുള്ളത് ലുക്കൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല ഗൈസ്. വെർത്താണ്, പൈസക്ക് വെർത്തായ ഒരു വീട് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് സീനും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് നല്ല നടന്നിട്ട് വേഗം പോവാം. നടന്ന് വേഗം നടന്ന് പോവാം. നമുക്കിപ്പം വണ്ടി കണക്ക് നമ്മളെ ഗാരേജിൽ കയറ്റണം, അത് ചെറിയ പണിയും കൂടി ഉണ്ട്. പിന്നെ ഇവിടുന്ന് കാണുന്ന സ്കൈ ക്ലൈമറ്റും എല്ലാം ഓക്കെ ആകുമ്പോൾ വീട് ഓക്കെയാണ്, സെറ്റാണ്, സീനൊന്നുമില്ല. പിന്നെ സ്വിമ്മിംഗ് പൂൾ നമ്മൾ വരുമ്പോൾ നമ്മളെ കണ്ടിന്, അതുപോലെ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ വണ്ടി എടുത്ത് നമ്മളെ ഗാരേജിൽ കയറ്റണം, അതാണ് പരിപാടി, അതാണ് ഇന്നത്തെ പരിപാടി. ഇപ്പം വണ്ടികളൊക്കെ എടുക്കുക. വണ്ടിയുടെ മുകളിൽ കയറിയിട്ടല്ല വരുന്നത്, ആ സീനും കാര്യങ്ങളൊന്നുമില്ല. സർവീസ് തന്നെ കൊണ്ടുപോകണം വണ്ടീനെ. അപ്പം കുറച്ച് പണിയെല്ലാം ഉണ്ട്, കുറച്ച് ക്ലീനിങ്ങെല്ലാം ഉണ്ട്, കുറച്ച് പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നേരെ സമയം കഴിഞ്ഞ് ഗാരേജിൽ കയറ്റാം. നമ്മൾ ഗാരേജ് കൊടുത്തു, നമ്മൾ സ്വന്തം ഗാരേജ് വന്നപ്പോൾ നമുക്കവിടെ വണ്ടികൾ കുറച്ച് വാങ്ങി വെക്കാനുണ്ട്, വാങ്ങാനും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ സ്പ്ലെൻഡർ നമ്മളെ പഴയ വീട്ടിലുള്ളത്, അത് നമ്മൾ ഏതൊക്കെ ഒരു വീഡിയോ കാണിക്കുന്നതായിരിക്കും കയറ്റുന്നത്. അപ്പോൾ നമ്മൾ സ്പ്ലെൻഡർ എടുക്കണത്രേ, പഴയ വീട്ടിലുള്ള നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ സെറ്റാക്കി വെക്കണം. അപ്പോൾ നമുക്ക് വളച്ചിനങ്ങ് കയറ്റാം, കുറച്ച് ഇങ്ങോട്ട് തന്നെ വരാം, ഇങ്ങോട്ട് വന്നിട്ട് വളച്ച് കയറ്റാം. അതാകുമ്പോൾ സ്റ്റിയറിംഗ് ആൾ വളഞ്ഞ് വരുന്നതായിരിക്കും, ആ ലെവലിൽ കിട്ടുകയും ചെയ്യും. അത് കുറച്ച് നല്ല കാര്യം തന്നെയാണ്. നമുക്ക് നേരെ അകത്ത് കയറ്റാം, ആ സമയം കണ്ട് പോയി അകത്ത് കയറ്റാം, കുഴപ്പമൊന്നുമില്ല. അടിയോ വരുന്നതൊന്നും അറിയില്ല, വെറുതെ പൈസ വെറുതെ സീനൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ കാണാൻ പറ്റുക ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ. ഫോൺ എടുത്ത് പോയി അറിയാണ്ട്, കുഴപ്പമില്ല. ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓവറോൾ ഇങ്ങനെയുള്ള ഗാരേജ് റോഡ്സ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പുതിയൊരു വീട് കാര്യങ്ങളൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളായിരുന്നു ഇത്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ മറക്കണ്ട. ഇതേപോലത്തെ കണ്ടൻറ്റ്സ് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.